അടി നോക്ക് അടി 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 ഗംഭീര അടി ആ അടിക്കണം അടിക്കണം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കാലത്ത് തന്നെ നേരത്തെ എനിക്ക് 5:30 എനിക്ക് ചോർ ബസാർ ഞായറാഴ്ച ആയിരുന്നു. ചോർ ബസാർ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ചെക്കനെയും കൂട്ടി അങ്ങനെ ചോർ ബസാറിലേക്ക് പോകാൻ വിചാരിച്ചു. ഇവിടെ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്, വണ്ടി കിട്ടിയിട്ടില്ല. ഓയ് നമ്മൾ ചോർ ബസാർ പോവല്ലേ? നിങ്ങൾ ചോർ ബസാറിൽ പോയിട്ട് വരാം. അപ്പോൾ എന്താണെന്നുള്ളത് ബാക്കി വഴിയെ കാണാം. അങ്ങനെ ഞങ്ങൾ ചോർ ബസാറിലെത്തി. ചോർ ബസാർ കാണിച്ചു തരാം. ആകാനാണ് ജുമാ മസ്ജിദ് അല്ലേ? ആ ജുമാ മസ്ജിദ് കണ്ടോ നേരെ ഫ്രണ്ടില്? ഇയർബഡൊക്കെ വേറെ സാധനം ഉണ്ടല്ലോ. നോക്കിയേ, ആ മലയാളിയാണ്. നാട്ടിലെവിടെയാ? പാലക്കാട്. തൃശ്ശൂര് ഗുരുവായൂര്. ഇവിടേക്ക് മുന്നേ വന്നില്ല. ഞാൻ ഇവിടെ സ്ഥിരം വരുന്നത്. ഞാൻ ഇവിടെ തന്നെ ഡൽഹിക്കാരൻ തന്നെയാണ്. ഞാൻ കേരള ഹൗസ് പറയും. മന്ത്രിമാരൊക്കെ അവിടെ ഇവിടെ ഈ ക്യാമറ അവിടെയാണ്. അവിടേക്ക് ഷൂസ് ക്യാമറ ഒക്കെ നോക്കി എടുക്കണം. ആ ഇത് ഇതിന്റെ ഡിസ്പ്ലേ പോയിന്റ് എടുക്കാണ്. അവിടെ ആ ക്യാമറ റെസ്റ്റോറന്റ് ഇല്ലല്ലോ, അവിടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ റെസ്റ്റോറന്റിൽ ഞാൻ ഉണ്ടാവാറുണ്ട് ഇടയ്ക്ക്. ഇപ്പൊ ഞാൻ അങ്ങനെ പോവാറില്ല. മലയാളീനെ കണ്ടുപിട്ടി ചോർ ബസാറിൽ വന്നിട്ട് കണ്ടാ ജുമാ മസ്ജിദ് നല്ല സൈഡില്. പണ്ട് ഇവിടെ വന്നുള്ള 2 കൊല്ലം മുന്നേ കൊണ്ട് വന്നിട്ടുണ്ട്. ഈ പ്രാവശ്യം ചോർ ബസാർ അപ്പുറ സൈഡിലാന്ന് പറഞ്ഞത്. ഇവര് നാട്ടിലുള്ള ഡൽഹിക്കാരാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവര് അവിടെയാന്ന് പറഞ്ഞത്. അവിടെ പോയി കഴിഞ്ഞാൽ ക്യാമറ ഐറ്റംസ് സാധനങ്ങളൊക്കെ കൂടുതൽ കിട്ടാന്ന് പറഞ്ഞത്. നോക്കി നോക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് കിടപ്പണല്ലോ. ഡ്രൈ ഫ്രൂട്ട്സിന് 5 കളിയാണല്ലോ ഇവിടെ. ഇവിടെ കുറെ സാധനങ്ങളുണ്ട് കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അതിന്റെ അകത്തൊക്കെ ഒരു ഷൂസിന് മാത്രമായിട്ടൊരു മാർക്കറ്റ് ഉണ്ട്. അതല്ലാതെ ഇവിടെ വീഡിയോ എടുക്കുന്ന പ്രശ്നമില്ല. അതൊന്നും പ്രശ്നമില്ല. ക്യാമറ സാധനങ്ങളൊക്കെ കിട്ടും. നിങ്ങളുടെ RC 46 भाई ये GoPro Max है? GoPro Max नहीं था, मैंने सेल कर दिया 21,000 में। 50,000 का बिल था। 50,000 का बिल था और 21,000 में सेल किया। बिल्कुल ब्रांड न्यू था। हाँ ये ब्रांड फोल्ड आउट कर दिया। ഇവിടെ നല്ല ഇതേപോലെ തന്നെ അത്യാവശ്യം നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ ത്രിഫ്റ്റ് സാധനങ്ങളാണ്. എല്ലാ കമ്പനിയുടെയും കിട്ടുന്നില്ല. 200-300 രൂപ റേഞ്ചിലൊക്കെയാണ്. മേടിക്കാറുള്ളതാണ്. അറിയാവുന്നില്ല. നമ്മൾ 250-300 250 ലാസ്റ്റ് ആവും തരും. ക്യാമറ അതിൽ നോക്കിയാ മതി. भाई इधर GoPro Max है भाई. चलते रहिए आप. अरे मत भाई वीडियो बनाओ. ये मिलेगा ये होगा अपने पास. ये मिलेगा GoPro Max है नहीं. അങ്ങനെ ചോദിച്ചാൽ മതി. വീഡിയോ എടുക്കുക, ഡിസ്പ്ലേ അതല്ലത്. ഇത് ഡിസ്പ്ലേ ആർക്കില്ലല്ലോ. പിന്നെ ഇപ്പൊ കുറച്ചില്ലല്ലോ. എന്നിട്ട് ചെയ്യാ. ഓക്കെ. എന്താ പേരെന്താ? റാഫി. ഓക്കെ. ആ ഭാഗത്തേക്കൊന്നും ആ മുക്കിലൊക്കെ കാണാണ്ട് കുറെ. അല്ല ഇതിലൊന്നും നോക്കി നോക്കാന്ന് വെച്ചിട്ടാ. നിനക്ക് ഷൂ അല്ല വാങ്ങണ്ട. ക്യാമറ ഐറ്റംസ് ഒക്കെ ഉണ്ട്. कंप्लेंट है ये डिस्प्ले चेंज करने का. डिस्प्ले मिलेगा. ये नहीं है. എടുക്കാൻ പാടില്ല.
ഈ സമയത്ത് ഇവിടെ കാണാൻ പറ്റും. പുലർച്ചെ 2 മണി പുലർച്ചെ 2 മണിക്ക് തുടങ്ങുന്നത്. മോർണിംഗ് 2 മണി മുതലേ ഉണ്ട്. ഐഫോണൊക്കെ ഉണ്ടാവില്ല, ആരെങ്കിലും ഇവിടെ ചുമ്മാരെ കയ്യിൽ തന്നെ ഉണ്ടാവും. ഇവിടെ ക്യാമറ എടുക്കാനും സമ്മതിക്കില്ലാന്ന് അവര്, അതൊക്കെ പ്രശ്നമാണ്. ഒരു മിക്സി മേടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച. അത് വർക്കിംഗ് തന്നെയാണ്. ഇതിപ്പോഴും നമ്മൾ സാധനം 500 രൂപക്ക് ഉണ്ട്. 500. ഞാനധികം കാർഗോ പാൻസ് ഒക്കെ എടുക്കാൻ വേണ്ടി കാർഗോ പാൻസോ അല്ലെങ്കിൽ ഷൂസോ നാട്ടിൽ ഏക്കന്മാർക്ക് കൊടുന്നു കൊടുക്കും. നീ ഇവിടെ 350-400 അത് ക്വാളിറ്റി ഇല്ല, അത് വേഗം കേട് വരും. നീ ഇവിടെ വന്നിട്ട് എത്ര ആളായി? ഞാനിവിടെ 4 വർഷമായിട്ട്. 4 വർഷമായിട്ടില്ല. 4 വർഷമായിട്ടുള്ള അവനൊരു ഇത് അറിയാം ഇവിടെ, അവന് കുഴപ്പമില്ല. ഗംഭീര തിരക്കാട്ടാ. ചെറുബസാർ ഞാൻ മെയിൻ ആയിട്ട് നോക്കാൻ വേണ്ടി വന്നതാ. കാർഗോ പാന്റ്, ഒരു മിനിറ്റടാ, വാച്ചുകളുടെ 5 കളിയാ. അത് മരിയിൽ എല്ലാ കളക്ഷനും ഉണ്ട്. വാച്ചുകളുണ്ടാ वो तो कंप्लेंट है, वो मिलेगा. ये कैमरा का डिस्प्ले देखने का ഒരു ഭയങ്കര പ്രശ്നമാണ്, വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല അത്. ക്യാമറയുടെ ചാന്ദിനി ചോക്ക് ഉണ്ട്. ഇവിടെ മാത്രമായിട്ട് കിട്ടില്ല. ഇവിടെ ഇതങ്ങനെ ഇതേപോലെ വാച്ചുകളും ഇതുകളൊക്കെ കിട്ടും. കുറെ വാച്ചുകളുണ്ടല്ലേ. അമ്മച്ചി ഇവിടെ ഈ സൈഡിൽ തന്നെ ഇലക്ട്രിക്. ഇനി അങ്ങോട്ട് ക്ലോത്തും ജിമ്മിന്റെ ആയിട്ടും ഇവിടെ കൂട്ടം തെറ്റി പോണ്ടാട്ടാ. അമ്മാര് നല്ല റേറ്റ് ഒക്കെ പറയും, 3000 ഒക്കെ പറയും. ഫോണുകള് സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ലാപ്ടോപ്പുകള് നോക്കി നല്ല റേറ്റ് പറഞ്ഞാൽ ഒരു നല്ല സാധനം ഉണ്ട് കേട്ടോ. ഓ അവിടേക്കൊക്കെ തിരക്ക് നോക്കി, ഗംഭീര തിരക്ക് അവിടെ. ഇതൊക്കെ ഇവിടൊക്കെ അധികം കോപ്പി ഐറ്റംസ് ആയിരിക്കും. ജിമ്മിന്റെ ടിപ്പും വേണ്ട. ഇടയിൽ മിസ്സായി. കൂട്ടം തെറ്റി പോകുന്നറിയാം. അവിടെ TV, ലാപ്ടോപ്പ്, മിക്സി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. ഷൂസ് 1-2 ഷോപ്പിലുണ്ട്. ഇവിടെ മൊത്തത്തിന്റെ ഉള്ളിൽ മൊത്തം ഷൂസാണ്. ഇവിടെ എന്തൊരു ഇത്ര തിരക്ക്. TV, വാഷിംഗ് മെഷീൻ, ഗംഭീര തിരക്കാലം ഇവിടെ. അടി നോക്ക്, അടി 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 ഗംഭീര അടി. അടിക്കണം. എന്താ ചെയ്യാലേ, മോന്തോട് അവൻ പേടിച്ച് പരിയൻ്റെ. നമ്മുടെ ക്യാമറ भाई ये कैमरा का डिस्प्ले है GoPro. ना बड़ा GoPro इरिक्कुन्न ഒരെണ്ണം ചോദിച്ചു നോക്കാം. भाई ये टाइप कैमरा मिल जाएगा? मिल जाएगा. ये कितना है? कितना है? ये डिस्प्ले टूट गया. ये कैमरा मिल जाएगा. ये है तो और ये कितना है? हैं? हैं? 9 अरे प्राइस कितना है? मतलब 22,000. रेट कम हो जाएगा. ये मिलेगा, ये वाला, ये कैमरा का डिस्प्ले मिलेगा, ये मॉडल मिलेगा. ये भी मिलता है, ये भी पड़ा हुआ है, चाहिए. हाँ
आईफोन वाला क्या दोगे इसका? आईपैड है लास्ट कितना है? आप बता दो ना। 20 അതിന് എത്ര പേരുണ്ട് അതിന്? നമ്മളോട് എത്ര GoPro. ഞാൻ അതിന് പെടുപ്പണല്ലോ നല്ലതാലോ അല്ലേ? നമ്മൾ എത്ര റേറ്റ് എത്ര പേര് അറിയില്ല. റേറ്റ് അറിയാതെ പറഞ്ഞാൽ പറ്റിക്കും. ഇതിന് 10-20 രൂപ വരുന്നുണ്ട്. 10-20 രൂപ വരുന്നതിന് 22,000 സാധനമാണ്. നമ്മൾ എത്ര വരും? 4,000 5,000 ഒക്കെ പറഞ്ഞു. ആട്ടും പിടിച്ചിട്ടില്ലേ? നീ പറഞ്ഞു നോക്കിയേ, ആർക്ക് പിന്നെ അറിയണമല്ലോ. लास्ट राइट हाउ मच 2,000 में भी ले सकता है 2,000 में भी आपका बताओ 18 तुम्हारा कितना है? हमारा है ना रेट കൂട്ടി അടിക്കുകയൊക്കെ ചെയ്യും 18 പറയണേ. പുതിയ സാധനട്ടത് പുതിയ इलेक्ट्रिको ये वाला ये 8,000 है. ये कहाँ से लिया ये इधर नहीं, मैं केरला से परचेस किया है. എന്താലേ അത് സാധനത് കിട്ടുന്നുണ്ട് ഇതിന് സോസ് എങ്ങനെയാണ്? അത് എനിക്ക് ഇപ്പോഴും അറിയില്ല ഇയർബഡ് കൂട്ടിട്ട് കൊടുക്കണോക്ക്. ഇത് ഷൂസിന് മാത്രം മാർക്കറ്റാ. സ്പീക്കർ ആ ഫുള്ള് ഷൂസ് മാത്രമാണ് ഇവിടെ, വേറെ ഒന്നുമില്ല. ആ ഫുൾ ഷൂസിന് 5 കളി ഇവിടെ. ഇതാ ഫോണല്ല, ഇത് ഫോണിന്റെ ഡിസ്പ്ലേ, ഇത് ഫോണല്ല, ഇത് ഫുള്ള് ഫോണോ. നിങ്ങൾ വിട്ടോ ആ ഞാനേ ഇവിടെ കിട്ടാൻ നോക്കട്ടെ. ഓക്കെ കാണാം. ഫോണിന്റെ ഏരിയ എന്ന് പറഞ്ഞ ഫോണിന്റെ ഏരിയ അല്ല ആ ഇലക്ട്രോണിക് സൈഡിലൊക്കെ തന്നെ ഈ ഇലക്ട്രോണിക് സൈഡ് ആ സൈഡാ നമ്മളിപ്പോ വന്ന സൈഡ് ആ അവിടെ ഏരിയയിലെ ഒരു ഷോപ്പിലോ അല്ലെങ്കിൽ ആളുകൾ ബാഗ് ഇട്ട് വന്നിട്ടൊക്കെ വിൽക്കാറ്. അങ്ങനെ ഒന്നുമില്ലേ? ഞാൻ അപൂർവമൊക്കെ ഇടയ്ക്കൊക്കെ അവര് കടയിൽ തന്നെ എപ്പോഴൊന്നും ഉണ്ടാവില്ല എന്നല്ലേ? ഉണ്ടാവില്ല. ഇവിടെ നടന്നിട്ട് അങ്ങോട്ട് തന്നെ നടക്കാല്ലേ? ഈ ഒരു ഏരിയ എങ്ങനെയാണ്? അല്ല ഇവിടെ മൊത്തം ഈ സൈഡ് മൊത്തം ഷൂസാണ്. ഇതിന്റെ വീണ്ടും അങ്ങോട്ട് പിന്നെ ഇവിടെ ചെറിയൊരു ഏരിയ മാർക്കറ്റും ഉണ്ട്. ഈ ഒരു ഏരിയ മാത്രം എങ്ങനെ? നമുക്കപ്പോ അപ്പുറത്ത് കിടന്നാലോ? അങ്ങ് അധികമായിട്ട് കിടന്നാലോ? അവിടെ കുറച്ചുകൂടി ബ്രാൻഡ് ഷൂസ് ഡ്രസ്സുകളൊക്കെ അവിടെ ഉണ്ട്, ഇലക്ട്രോണിക് സാധനങ്ങൾ. പിന്നെ ഇതിലൊക്കെ ജിമ്മിന്റെ ഐറ്റംസും ജിമ്മിന്റെ ഒന്നും വേണ്ട, കഷ്ടപ്പെട്ട് ഞാൻ കുറച്ചുള്ള നടക്കാനും നല്ല ബുദ്ധിമുട്ടാണ്. കുറച്ച് കഴിഞ്ഞാൽ ഇനിയും തിരക്ക് കൂടും. ഇത് രാവിലെ 6 മണിയെ അവസ്ഥ അപ്പൊ നമുക്ക് അധികമായിട്ട് നടക്കാം. ആ ശരി. ഓക്കെ ബോസ് കാണാം. ഷൂസ് നോക്കണ്ട, എടുക്കണ്ട. ഷൂസ് ജീൻസുകള് എല്ലാതും ഉണ്ട്. മങ്കി ക്യാപ്പ് എവിടെ ഉണ്ടെന്ന് പറയട്ടാ. മങ്കി ക്യാപ്പ് ഇല്ലേ? ഒരു മങ്കി ക്യാപ്പ് വാങ്ങുന്നുണ്ട്. ചാത്തക്കോഴി കൊണ്ടല്ലോ, ചാത്തക്കോഴിയിലേക്ക് വെച്ചുള്ള ഫുള്ള് ഷൂസിന്റെ 5 കളിയാണ്. എവിടെയാണോ 2,000 വരെ ഐഫോൺ, 3,000 വരെ ലാപ്ടോപ്പൊക്കെ ഇവിടെ എന്തൊക്കെ ഉണ്ട്. ഇതാണ് ശരിക്കും ചോറ് ബസാർ ഞാൻ കണ്ട. അയ്യോ ഒരു ഈ സാധനം കെട്ടി അടിക്കണ വലിക്കണ നോക്കി ഇതൊക്കെ താഞ്ഞോടാക്കുള്ളത്. ആ ഇതൊക്കെ കറക്റ്റ് സാധനങ്ങളാണ്. അത് ഇവിടെ നടന്നോ?
ചോർ ബസാറിലെ ഹോട്ടൽ. അങ്ങോട്ട് മറ്റേ ശരിക്കുള്ള മാർക്കറ്റ് ആവുന്നുണ്ട്. ഇവിടെ ഇതൊക്കെയാണ് ശരിക്കും മറ്റേ സാധനങ്ങൾ. നീ പിന്നെ സിമ്പിൾ കിട്ടൂല, പുതിയ കുറവാണ്. ഇത് ശരിക്കുള്ള മാർക്കറ്റ്, ഇതിനുള്ളിൽ കയറിയിട്ട് കാര്യം ഉണ്ടാവില്ല. ശരിക്കുള്ള കടവളത്. കിളിയോളൊക്കെ ഉണ്ടല്ലോ. എന്തിട്ടാ ഇങ്ങനത്തെ ബാഗല്ല. പക്ഷെ ഇതെല്ലാരും ഇത് പറയാൻ പറ്റില്ല. കുറെ ആൾക്കാർ പേടിച്ചിട്ട് നമുക്ക് ഉണ്ടാവുക. കിളികളെ നോക്കാം നമുക്ക് പോയിട്ട്. ആ നോക്കി നോക്കാം. അല്ല കിളികളിലൊക്കെ എന്താ അവസ്ഥ നോക്കാം നമുക്ക്. മാർക്കറ്റിനുള്ളിൽ വന്നിട്ടില്ലല്ലേ. ഈ ജുമാ മസ്ജിദിന്റെ അവിടെ ആയിട്ട് മറ്റേ ഒരു കോഴിക്കട എന്തുകൊണ്ടുണ്ട്. കോഴിക്കട ഒരു ആള് കോഴീനെ മറ്റേ ചിക്കൻ വറക്കാൻ ഒരു പരിപാടി ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത്. അസ്ലറല്ല. ആ അത് ഇവിടെ എവിടെയാണ് നമുക്ക് ട്രൈ ചെയ്യാട്ടോ പോകുമ്പോ. എന്ത് അല്ല അന്ന് കഴിക്കാൻ നോക്കാം നമുക്ക്. ഇതിലൊക്കെ വലുതാ. ഞാനിങ്ങനത്തെ തന്നെ ചെറുതിനെ എങ്ങനെ കിട്ടാൻ ഞാൻ വാങ്ങാൻ ചോദിച്ചിട്ട് അവിടെ പോകുമ്പോൾ കമ്പനിക്ക് നല്ല നേരം നോക്കല്ലോ. ആ നീ എങ്ങനത്തെ പോണ്ട ഞാൻ അടുത്തത്. ഓ ചോർ ബസാറിനുള്ളിൽ കയറി കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ഒന്നല്ല കേട്ടാ. ടീഷർട്ട് നോക്കണ്ട. ഇവിടെയൊക്കെ നോക്കിയ ഷൂസിന്റെ ചെരുപ്പുകള്. ഈ ഇയർബഡിന് ഇവിടെ ഭയങ്കര വില കുറവുണ്ടല്ലേ. ഇയർബഡ് ഭയങ്കരമായിട്ട് കാണാണ്ട് ഇവിടെ. ബേഗിട്ടുള്ള ആൾക്കാരുടെ ടൈമില്ലേ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ചിരിക്കുമ്പോൾ മഴ വിചാരം വല്ല ഉണ്ടോ എന്നുള്ള അറിയില്ലല്ലോ. ഞാനത് എല്ലാവരും നോക്കി ചിരിക്കുന്നുണ്ട്. എന്തൊക്കെ എന്തെങ്കിലും കാണിച്ചായിട്ട് പറഞ്ഞാണ് ഞാൻ ചിരിക്കണേ. ഇവിടെ നോക്കി തിരക്കണ്ട 5 കളിയാ. ഇവിടെയൊക്കെ ഗംഭീരത്തിന്റെ ക്രീം ഐറ്റംസ് ഒക്കെയാണ് ഫുള്ള്. എല്ലായിടത്തും ലാപ്ടോപ്പ് എന്ത് തിരക്കല്ലേ. चोरी वहीं पे रखी है मेरे पूरी सीट वाई की दाल बन गया सीट वाई ना. ക്രിക്കറ്റ് ബാറ്റുകൾ, ക്രിക്കറ്റ് ബോളുകൾ എല്ലാം ഉണ്ട് ഇവിടെ. ഡ്രൈ ഫ്രൂട്ട്സ്. ആ ഞാൻ അപ്പുറത്തൂടെ ആൾക്കാടാ. അത് ആൾക്കാർ വരുന്ന വഴിയാ. ഇവിടെയൊക്കെ നല്ല തിരക്കുണ്ടല്ലോ. ഇവിടെയൊക്കെ എന്തുണ്ട്. ഷൂ ആൾക്കായിട്ട് എടുക്കുന്നതുകൊണ്ട് ഇവിടെയൊക്കെ കണ്ട മനസ്സാണല്ലോ ഇട്ടത്. വാച്ചുകള്, സ്റ്റാൻഡേർഡ് വാച്ചുകൾ പറയണ്ടല്ലേ. ജിം ഐറ്റംസ് പറ്റാത്തതാണ് കേൾക്കണ്ടാ. വെറുതെ എന്തിനാ നീ എന്തിനാ എടുത്തോക്കണേ. 6000 സൈക്കിൾ വന്നിട്ട് അച്ഛാത്തൻ മരണ മാസം സൈക്കിളൊക്കെ കൊടുന്ന് വന്നിട്ടുണ്ട്. ലാപ്ടോപ്പ് ഇതന്നെയാണ് എൻട്രൻസ്. ജുമാ മസ്ജിദിന്റെ എൻട്രൻസ് ആണ് കൊണ്ടിട്ടത്. എൻട്രൻസ് അത് തന്നെയാണ്. അതിൻ്റെ ഇതില്ല എനിക്കറിയില്ലേ, വായിക്കറിയണ്ടേ. ഡ്രസ്സിന്റെ ഇത് നമ്മൾ നേരത്തെ അതിനുള്ളിൽ നിന്ന് കണ്ടിത് കാരണം അതുകൊണ്ടത് കോഴിക്കുട്ടികളൊക്കെ എടുത്തിട്ട് നോക്കിയതിലേക്ക് ദാടെ സഞ്ചിയിലേക്ക് എടുത്തിടണ കോഴിക്കുട്ടികളെ. ഇതിനുള്ള ഡ്രസ്സും ഉണ്ട്. ഡ്രസ്സിന്റെ ഉണ്ട്, പെറ്റ് ഷോപ്പുകളും ഉണ്ട് കുറേ ഉള്ളിൽ. ആ പെറ്റ് ഷോപ്പ് ഇടയിലും ഉണ്ടാക്കണത് എന്താണോ.
ഇത് ഡ്രസ്സിന്റെ മാത്രമായിട്ടുള്ള മാർക്കറ്റ് പോലെ ഇത് ഗംഭീര തിരക്കുള്ള കേട്ടോ ഇത്. പക്ഷെ ഇവിടെ തിരക്ക് കുറവ്, എല്ലാവരും പുറത്ത് നോക്കണല്ലോ. ക്രാക്സ് കിട്ടുന്നുണ്ട്. പാൻ്റൊക്കെ പെടപ്പ സാധനം ഉണ്ടല്ലോ ഇവിടെ. ആ പച്ച ഷർട്ട് വാങ്ങിച്ച മോനെ വേട്ടപ്പ സാധനം പെരുന്നാളിൽ ഇട്ട് നടന്നു കഴിഞ്ഞാൽ പെരുന്നാൾ കളറായി. ഞാൻ ജാക്കറ്റ് വാങ്ങിച്ച് പഠിക്കാമെന്ന് ആദ്യമായിരുന്നു കേട്ടാ. ഞങ്ങൾ കുറച്ചു നേരം നടക്കട്ടെ, റെസ്റ്റ് എടുക്കട്ടെ. വയ്യ. ഇവിടൊക്കെ പ്രാവുകളൊക്കെ കാണിച്ചു കൊടുക്കും. ആ ഇവിടൊക്കെ ഈ വഴിയിലൊക്കെ പ്രാവുകളൊക്കെ കാണിച്ചു കൊടുക്കല്ലോ. ഇതിന്റെ കളർ നോക്കി, ഇതിന്റെ കളർ നല്ല സൈഡില്. भाई ये कितना है? कितना है जोड़ी? पैर का है 2500 मतलब 2500 500 ആ ഓ 2500 നമ്മൾ എത്രയാണോ എനിക്കറിയില്ല. ഇതാരോടെ കിടന്ന് നോക്കണേ ഈ വീട് നോക്കി. ആ ഉണ്ടല്ലേ. कितना है जोड़ी का? 1000 जोड़ी. कितने जीरो होता बता भाई को। इधर इधर कहाँ से केरला. गुड ओके बाय. गुड 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 ദേ നമുക്ക് നമ്മളെ കാണുമ്പോ ഇംഗ്ലീഷുകാരെ തോന്നുന്നുണ്ട്. ആ ഇവിടെ എന്തൊക്കെ ഉണ്ട്. ആ ഇതിന് ഇന്നലെ ലാസ്റ്റ് 2000 ലാസ്റ്റ് 200 രൂപ കിട്ടി. ആ ഇതൊക്കെ ഈ സാധനങ്ങളാട്ടെ ഫുള്ള് ടൈപ്പാണ് ഒരു എന്ന് പറഞ്ഞാൽ 2000 രൂപ പറഞ്ഞിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞു 400 രൂപയ്ക്കാണ്. ലാസ്റ്റ് 400 പറഞ്ഞിട്ട് വേണ്ട പറയാ. ലാസ്റ്റ് 350 ലാസ്റ്റ് 200 രൂപ അതൊക്കെ. ആ ശരിയാ മനസ്സിലായി. എയർപോർട്ടിന്റെ ഒന്ന് ഒരു ഫ്രീ ആയിട്ട് ഉണ്ടാവുണ്ടാ അവരുണ്ടാക്കണ ചിലപ്പോഴേ. അവിടെ 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 ആ ഇവിടെ ലാപ്ടോപ്പൊക്കെ ഉണ്ട് കുറെ. എല്ലായിടത്തും ഈ ലാപ്ടോപ്പ് കുറെ കാണിച്ചിട്ടില്ലേ. ഇതിനൊന്നും വില ഉണ്ടാകണോ? ഇത് ഇലക്ട്രിക്കൽ ഐറ്റംസ് ഉണ്ട്. സ്പാനറുകൾ, ഷൂസ്, വല്ല മസാജറാണ്. വീട്ട് കടക്കടക്കട അടയ്ക്കണതില്ലേ. ഇതൊന്നും സാധനം ഇത്. ഓ എൻ്റെ പൊന്ന് എന്ത് സാധനം ഇത്. ഇതല്ല മറ്റേ സാധനം മറ്റുള്ള അപ്പോൾ ഈ ഒരു ഫോണ് അതിന് പൊട്ടാണെന്നില്ല ഞാൻ എൻ്റെ. ഓ എൻ്റെ ഇതൊക്കെ നോക്കി. നല്ലൊരു ഐഫോണൊക്കെ വെക്കണ ആളുകൾ സൈഡിലായിട്ട് നിന്നിട്ട് ആരും കിട്ടാണ്ട് മോളെ നോക്കിയിട്ട് ആ വായമാണ് കാരണം വിളിക്കാൻ ചെയ്ത് കാണുന്നില്ലേ. അതിനൊന്നും ഈ തിരക്കിൻ്റെ ഇടയിൽ കിട്ടാൻ എളുപ്പമല്ലേ. ആ ഈ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് കഴിഞ്ഞാൽ കിട്ടൂല അവർക്ക്. അതിനുള്ളിൽ എന്തിട്ട് കൊടുക്കണേ പെണ്ണുങ്ങൾക്ക്. ഇതെന്ത് സാധനം കൊടുക്കണ്ടോ അവിടെ നോക്കി നോക്കാ. അറിയില്ല അല്ലേ ഇപ്പം അറിയില്ല അല്ലേ എന്താ കൊടുക്കണ്ടായിരുന്നു. ഞാൻ നോക്കിയതാ. നമുക്കല്ല ഭാഗ്യം അയാൾ കിട്ടി കഴിഞ്ഞാൽ അല്ലേ. ജുമാ മസ്ജിദ് മുകളിലാണോ? അങ്ങനെ ജുമാ മസ്ജിദ് ജുമാ മസ്ജിദ് ആ ഉള്ളൊക്കെ സൈസ് നോക്കി തിന്നു. നീ ജുമാസ് എൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ലേ? ഞാൻ കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ മുന്നേ വന്നിട്ട്. ആ അങ്ങനെ നമ്മള് ഇത് ഏത് സ്ഥലടാ? 1 മണിക്ക് തുറക്കുള്ളൂ. 1 മണിക്ക് തുറക്കുള്ളൂന്നാ. അപ്പൊ നമ്മളിപ്പോ ഏതോ ഒരു മാർക്കറ്റിന്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. മാത്തിയ മഹല. ഇതിനെന്തിട്ട് പറയാ നീ റോഡിന്?
ഇവിടെ അല്ല മറ്റേ ഫേമസ് ചിക്കൻ്റെ എന്തൊരു പേര് പറഞ്ഞതിൻ്റെ അസ്ലാം ചിക്കൻ. തന്തപ്പടി ഇരുന്നിട്ട് ചിക്കൻ കൊടുക്കുന്നത് ഡൽഹിയിലത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത്. പക്ഷേ അയാൾ 1 മണിക്ക് ഉറക്കുള്ളൂ. നമ്മൾ 9 മണി ആയിട്ടില്ല ഇവിടെ. എന്താ ചെയ്യുക? നമുക്ക് പോവാളോ ഇവിടുന്ന് എങ്ങനെയാ? നമുക്ക് റിട്ടേൺ അടിക്കണല്ലേ? അല്ലാണ്ട് ഇതിൽ കൂടെ കിടക്കാൻ പറ്റില്ലേ പുറത്തേക്ക്? അതിലുണ്ട് നമുക്ക് നമ്മുടെ സുഖം തോന്നുന്നു. അല്ല നമുക്ക് ആരോട് ചോദിച്ചു നോക്കുകയാണെങ്കിൽ 1 മണിക്ക് നമുക്ക് അവിടെ അസ്ലാം ചിക്കൻ കഴിക്കാൻ വേണ്ടി വന്നതാ. അപ്പോൾ കട 4 മണിക്ക് തുറക്കുള്ളൂന്ന്. 4 മണിയാവും ഒന്ന് കട തുറക്കാൻ. 1 മണി. 4 മണിയല്ല 1 മണി. പിന്നെ 1 മണി കഴിഞ്ഞിട്ട് വന്നോക്കാല്ലേ? ആര് വരുന്നില്ലേ? ആര് വരുന്നി? നോമ്പായിരുന്നു. അതാവും ചിലപ്പോൾ തുറക്കാത്തേ. നമ്മക്കല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, ഭാഗ്യമില്ലല്ലോ. അങ്ങനെ ഇനിയിപ്പോൾ എന്തൊരു പരിപാടി? നമുക്ക് പോവാല്ലേ? ഇനി പോവാ റൂമിൽ പോവാല്ലേ വേഗം? ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇനി റൂമിൽ പോകാൻ നോക്കട്ടെ കേട്ടോ. പരിപാടി പിടിക്കട്ടെ. അങ്ങനെ ഡൽഹി മെട്രോക്ക് ഇറങ്ങാൻ നോക്കണം. ഡൽഹി മെട്രോ 9:15 സമയം. നമ്മളെ പറഞ്ഞത് 5:30. 5:30 കഴിഞ്ഞിട്ടു 6 മണിക്ക് നമ്മൾക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. എന്താ ചെയ്യാല്ലേ? ഇത് എവിടെ നിർത്തും? ഇവിടെ അല്ല നിർത്തും, അടിയിലല്ലേ? യെല്ലോ ലൈൻ ഇതല്ലേ? ഇതല്ലേ യെല്ലോ ലൈൻ? ഇതെല്ലായിടത്തുള്ള ലൈനല്ലേ? ഇതാ യെല്ലോ. ഇതിപ്പോ എവിടേക്ക് പോകണ്ടെന്ന് അറിയണ്ടേ അല്ലേ? കിട്ടും. നല്ല ആളുള്ളപ്പോ ഞാൻ വന്നല്ലേ? യല്ല എന്തിട്ടിപ്പോ നോക്കണ്ടേ? യെല്ലോ ലൈനില് ഞാൻ പറഞ്ഞല്ലേ. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എടുക്ക്. നല്ല ആളിങ്ങോട്ടൊരു മെട്രോ കയറാവുന്നല്ലേ? ഞങ്ങളേ മെട്രോ കണ്ടുപിടിക്കട്ടെ ആദ്യം. അപ്പം ശരി കേട്ടോ, ഞങ്ങളേ മെട്രോ കയറിയിട്ട് നേരെ വീട്ടിൽ പോകാൻ നോക്കട്ടെ. അപ്പം ഇനി നാളെ കാണാം അടുത്ത പരിപാടി.